സാർ സർ സർ ഫയൽ. പിന്നെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ സർ. സാർ എന്തായി വല്ലതും മൊഴിഞ്ഞോ അവന്മാര്? ഇല്ല സാർ, എത്ര കൊടുത്തിട്ട് ഒന്നും പറയുന്നില്ല. എന്നൊന്നും ചെയ്യരുത് സാറേ. ഞാൻ പറയാം സാറേ, സത്യം പറയാം സാറേ. പ്ലീസ് സാർ എന്നൊന്നും ചെയ്യരുത് സാർ. സാർ എന്നൊന്നും ചെയ്യരുത് പ്ലീസ് സാർ, പ്ലീസ്. ശരി സാർ. പെട്ടെന്ന് പറയടാ. എന്താ കിടന്ന് പരുങ്ങുന്ന? ഡോർ നമ്പർ 162 സാർ. ഡോർ നമ്പർ 162. എന്തോന്ന് ഗണ്ണാടോ ഇത്? തൊടുന്നതിന് മുമ്പേ വെടിപൊട്ടിയല്ലോ. അങ്ങോട്ട് മാറിക്ക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് സാർ? എന്താ ചെയ്യേണ്ടതെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ആദ്യം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എനിക്ക് അയക്കണം. മനസ്സിലായോ? ശരി, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ. ഹലോ സർ, ഐ എം ഹിയർ സർ. ഓക്കെ സർ, ഞാൻ എത്തിയേക്കാം. ഇവിടെ മാറുന്നേ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടെ ആരും നിൽക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? പോവാൻ നോക്ക്. എങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല. എന്തായാലും റിപ്പോർട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. എന്റെ മോളുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ? മോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അത് ഞാൻ നോക്കണം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, പേടിക്കണ്ട. ബി കൂൾ. സർ, പ്രഭാകർ, ഹോം മിനിസ്റ്റർ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കേസായത്. ഹൈ ലെവലിലുള്ള പ്രഷറും ഉണ്ട്. ഈ കേസ് അന്വേഷിച്ച് ക്ലോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി സർ. ഗുഡ്, ഐ വിൽ ഡു ഇറ്റ്. ആൾക്കാർ കൂടുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്തേക്ക്. ഓക്കെ സർ, ഞാൻ ചെയ്യാം. സർ, ഒരേ സ്ഥലത്ത് വെച്ചാണ് 4 കിഡ്നാപ്പേഴ്സ് മരിച്ചതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൽ പോലീസിന്റെ നിഗമനം എന്താ? ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട്സ് ഒക്കെ വരട്ടെ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എത്രയും വേഗം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സാർ, മരിച്ചവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? അത് ഒരു മിനിറ്റ്, നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട, പോയിക്കോളൂ. ലുക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സാർ, പോസ്റ്റ്മോർട്ടത്തിനുള്ള പ്രൊസീജിയറൊക്കെ ആരംഭിച്ചോ സാർ? SRP കമ്പനി ഓണറുടെ മകളെ 4 പേർ കിഡ്നാപ്പ് ചെയ്തു. വലിയൊരു തുകയാണ് പകരമായി അവർ ആവശ്യപ്പെട്ടത്. പണം നൽകിയിട്ടും കുട്ടിയെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പണം കൈപ്പറ്റിയവരുടെ യാതൊരു വിവരവും ഇല്ല. എങ്കിൽ ഇപ്പോൾ ആ കുട്ടി എവിടെയാണ്? ആ കുട്ടിയുടെ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യ്. സാർ, റിംഗ് ആവുന്നുണ്ട്. ഹലോ, ആരാ? ആര്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണോ, അതോ നിന്റെ മോളെ പറ്റി അറിയണോ? രണ്ടിലൊന്നിനെ ഞാൻ ഉത്തരം പറയാം. എടാ, നീ ആരാടാ? ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിയോ നിനക്ക്?
നീ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ മോളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. നിന്റെ മകളെ വേണമെങ്കിൽ പറയുന്ന കാശ് തരണം, അല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും. ആവശ്യമില്ലാതെ ബുദ്ധിമോശം കാണിച്ച് പോലീസിൽ പോയാ ശവം കിട്ടുമ്പോ കൂടുതൽ വികൃതമാവും. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് നോക്കിയോ? ഏയ്, നീ എന്താ ചെയ്യാൻ പോന്നെ? പോലീസിനെ അറിയിക്കാൻ പോവാ. നീ ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കല്ലേ. ഹലോ, നിങ്ങൾക്ക് പണമല്ലേ ആവശ്യം? അത് ഞാൻ തരാം. പക്ഷേ എന്റെ മോൾക്കൊരു പോറൽ പോലും പറ്റരുത്. പറയൂ, എവിടെയാ വരണ്ടേ? സ്ഥലമൊക്കെ ഞാൻ പറയാം. ആ, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ ഞാൻ തന്നെ വിളിച്ചോളാം. ഓക്കെ. അതെ, ഞാനും കൂടെ വരാം. അത് വേണ്ട, അത് സേഫ് അല്ല. ഞാൻ പോയിട്ട് വരാം. സമാധാനമായിട്ടിരിക്കും. ഹലോ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ശരി, നേരെ മുന്നോട്ട് നടക്കാം. തന്റെ ലെഫ്റ്റില് അതിനകത്തേക്ക് വാ. സ്ട്രെയിറ്റ് അകത്തേക്ക്. അവിടെ തന്നെ. അവിടെ ബാഗ് വെച്ചിട്ട് താൻ പോവാൻ നോക്ക്. വച്ചിട്ട് പോകുമ്പോ തിരിഞ്ഞു നോക്കരുത്. അല്ല, മോള്? അതിനെപ്പറ്റി ആലോചിച്ച് താൻ വിഷമിക്കണ്ട. തന്റെ മോള് വീട്ടിലെത്തും. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? തനിക്ക് വേറെ ചോയ്സ് ഇല്ല. എന്നെ വിശ്വസിച്ചേ മതിയാവും. അല്ല, നീ ഇത് എത്ര രൂപ ചോദിച്ചേ? ഇത് ഒരുപാട് പണം ഉണ്ടല്ലോ. അപ്പൊ ഇനി കുറെ നാളത്തേക്ക് നമുക്ക് അടിച്ച് പൊളിക്കാല്ലേ? ഇതാ സർ സംഭവിച്ചത്. എനിക്കെന്റെ മോളെ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയാ പണം കൊടുത്ത്. പോലീസിൽ അറിയിക്കാൻ പേടിയായിരുന്നു. ഇവിടെ ഓടിക്കളിച്ച് നടന്ന എന്റെ മോളിപ്പോ ഇല്ലെന്ന് പറയുമ്പോ എനിക്ക് പണം ഞങ്ങൾ കൊടുത്തിട്ടും ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വിട്ടു തന്നില്ല. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടി ഒരു പോറൽ പോലും ഏക്കാതെ തിരിച്ചേൽപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സർ. ശരി എന്നാ.